പിറവം നിയമസഭാ മണ്ഡലത്തിലെ ഒന്നാം നമ്പർ ബൂത്താണ്. ഡോക്ടർ പൽപ്പു മെമ്മോറിയൽ ഹാളിലുള്ള ഒന്നാം നമ്പർ ബൂത്തിലെ കാഴ്ചയാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. വലിയ തിരക്കുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ ആ തിരക്ക് അനുഭവപ്പെടുന്നില്ല എന്നുള്ളത് കൂടിയാണ് വസ്തുത. കാരണം വന്ന എല്ലാവർക്കും, അല്ലെങ്കിൽ ഒരു 95% ആളുകൾക്ക് കസേര കൊടുത്തുകൊണ്ട് അവർക്ക് ഇരിപ്പിടം ഉറപ്പാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു കാഴ്ച. അതായത് വെയിൽ കൊള്ളേണ്ടി വരുന്നില്ല, അവർക്ക് ഏറെ നേരം കാത്തു നിൽക്കേണ്ടി വന്നു കഴിഞ്ഞാലും അവർക്ക് കസേരയിട്ട് തന്നെ ഇവിടെ കാത്തിരിക്കാൻ കഴിയുന്നു എന്നുള്ളത് കൂടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പല ബൂത്തുകളിലും നമ്മൾ രാവിലെ മുതൽക്ക് കാണുന്നതാണ്, വലിയ തോതിലുള്ള തിരക്കുണ്ട്. പക്ഷേ ആ ബൂത്തുകളിലെല്ലാം തന്നെ ഈ തിരക്ക് ഈ വെയിലത്താണ്. പലപ്പോഴും ചൂട്, അസഹനീയമായ ചൂട് കാരണം പലരും തിരിച്ചുപോയി പിന്നീട് വൈകുന്നേരത്തേക്ക് വരാനൊക്കെ കാത്തു നിൽക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനൊരു പ്രശ്നം നിലവിൽ കാണുന്നില്ല. ഏകദേശം 1222 വോട്ടുകളുള്ള ഒരു ബൂത്ത് കൂടിയാണ് ഇവിടെയുള്ള. രാവിലെ മുതൽക്ക് തന്നെ ഈ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേ വരുന്ന എല്ലാവർക്കും തന്നെ കസേര കൊടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഇവർക്ക് വോട്ട് ചെയ്യാനുള്ള സൗകര്യം ഏർപ്പാടാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ വനിതാ ശിശു സൗഹൃദ ബൂത്താണ് എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇവരുടെ ഈ കുട്ടികളുമായി വരുന്നവർ, ഒപ്പം തന്നെ പ്രായമായിട്ടുള്ള സ്ത്രീകൾ, എല്ലാവർക്കും തന്നെ പ്രയോറിറ്റി അനുസരിച്ചുകൊണ്ട് നേരത്തെ തന്നെ വോട്ട് ചെയ്യാനുള്ളൊരു സൗകര്യം ഏർപ്പാടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ഇപ്പോൾ അടുത്ത ഘട്ടത്തിലുള്ള ആളുകൾ, അതായത് 10 പേരെ വീതം അകത്തേക്ക് കയറ്റുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ആദ്യം 10 പേർ കയറുന്നു, അതിനുശേഷം ബാക്കിയുള്ളവർ അവിടെ ഇരിക്കുന്നു. അതിനുശേഷം ആ 10 പേർ വോട്ട് ചെയ്തതിന് ശേഷം വീണ്ടും അടുത്ത 10 പേരെ കയറ്റുന്നു. അങ്ങനെയുള്ള കാഴ്ചയാണ് നമ്മൾ ഏറെ നേരമായി കാണുന്നത്. അതുകൊണ്ട് തന്നെ വോട്ടർമാർക്ക് വലിയ രീതിയിലുള്ള അസ്വസ്ഥതയൊന്നും അനുഭവപ്പെടുന്നില്ല എന്നുള്ളത് കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കുട്ടികളെല്ലാവരും ഉണ്ട്, വനിതാ ശിശു സൗഹൃദ ബൂത്താണ് എന്നുള്ളത് കൂടി. ഈ കസേരയൊക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ട് ഒരു വലിയ സൗഹൃദം ഉണ്ടല്ലേ, ഒരു സൗഹൃദപരമായ ഒരു അന്തരീക്ഷം ഉണ്ടല്ലേ. വെയിലൊന്നും കൊള്ളേണ്ടി വരുന്നില്ല. രാവിലെ ഒന്നും വോട്ട് ചെയ്യാത്ത? ഇല്ല, ഞങ്ങളൊരു പുറത്ത് പോയിക്കായിരുന്നു. ഇപ്പോഴും വന്ന് ഇപ്പോൾ ഇരിക്കാനൊക്കെ ഉള്ള സൗകര്യം ഉണ്ടോണ്ട് കുറച്ച് വൈകിയാലും കുഴപ്പമില്ല, വോട്ട് ചെയ്തിട്ട് തന്നെ പോവാം. എങ്ങനെയുണ്ട്, വൈകുന്നുണ്ടോ വോട്ട് ചെയ്യാനുള്ളൊരു? കുറേ നേരം ഇരിക്കേണ്ടി വരുന്നുണ്ടോ? അതാണ്, അത് അവർക്ക് വെയിൽ കൊള്ളേണ്ടി വരുന്നില്ല ഉള്ള കാര്യം തന്നെയാണ് വലിയ ഭാഗ്യം. ഒപ്പം തന്നെ മറ്റൊരു കാഴ്ച കൂടി ഇവിടെ ഉള്ളത്, ഈ ഫോൺ വാങ്ങി വെക്കുക. നിങ്ങളൊക്കെ സ്കൂളിലാണോ? ഇതെങ്ങനെ ഇതിൻ്റെ പരിപാടി? ഇത് ഇവിടെ ഒരു പോക്കറ്റ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്കൊരു ടോക്കൺ കൊടുക്കും, എന്നിട്ട് ആ ഫോൺ ഏതിലാണ് അവർക്ക് കൊടുത്തത് അതിൽ വെക്കും, ആ പോക്കറ്റിൽ വെക്കും. അതായത് വോട്ട് ചെയ്യാൻ വരുന്നവരുടെ ഫോൺ ഇവിടെ ഈ ടോക്കൺ വാങ്ങിക്കൊണ്ട് ഇവിടെ സൂക്ഷിക്കും. എന്നിട്ട് വോട്ട് ചെയ്തിട്ട് തിരികെ വരുമ്പോൾ അവർക്ക് ടോക്കൺ തിരികെ കൊടുക്കുമ്പോൾ ഫോൺ കൊടുക്കും. അതാണല്ലേ. അപ്പോൾ അതെന്തായാലും അതൊരു നല്ല കാര്യമാണ്. മാത്രമല്ല കുട്ടികളാണ് അത് കൈകാര്യം ചെയ്യുന്നതും അത് അവർ വളരെ നീറ്റായി കൈകാര്യം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഏറെ നേരം ഇവിടെ ഈ ബൂത്തിൽ നിന്നപ്പോൾ മനസ്സിലായിട്ടുണ്ട് ഒരു കാര്യമെന്ന് പറയുന്നത്. ഒപ്പം തന്നെ ഇതിൽ ഫീഡിംഗ് റൂം അടക്കമുള്ള കാര്യങ്ങൾ വനിതകൾക്കും കുട്ടികൾക്കുമൊക്കെ തന്നെ വലിയ രീതിയിൽ സൗഹൃദം ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. കൂടുതൽ ഉദ്യോഗസ്ഥരും വനിതകൾ തന്നെയാണ് എന്നുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥരടക്കം നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും വോട്ടർമാർ ഇന്നിപ്പോൾ ഈ കസേരയിൽ ഇരിക്കുന്നു. അവർക്ക് അടുത്ത ഘട്ടം, അതായത് അടുത്ത ഊഴം വരുന്നത് വരെ കാത്തിരിക്കുന്നു. ആ 10 പേർ കയറുന്നു, ആ 10 പേർ ഇറങ്ങുമ്പോൾ അടുത്ത 10 പേർ കയറുന്നു. എന്തായാലും അവർ കാത്തിരിക്കാൻ തയ്യാറാണ്. 6 മണി വരെ തന്നെ ഈ തിരക്ക് തുടരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അത്രത്തോളം വോട്ട് ഈ ബൂത്തിലുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ.